ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. നമ്മുടെ സീസൺ 7 ഡേ 34 വീക്കെൻഡ് എപ്പിസോഡിലാണ് റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. പക്ഷേ എല്ലാത്തിനും ഒരു കൺക്ലൂഷൻ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. രണ്ടുപേർ ഔട്ടായി. നമ്മുടെ അപ്പാനി ശരത്തും രേണുസുതിയും പുറത്തായി. അതായിരുന്നു മെയിൻലി ഉള്ളത്. പിന്നെ അനുവിന് കുറച്ച് റോസ്റ്റ് കിട്ടി. മസ്താനിയെ പിടിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് വൈൽഡ് കാർഡ്സിനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിച്ചു പോയി. അപ്പം ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കാം. അതിൽ ലാലേട്ടൻ വരുന്നു. എല്ലാവർക്കും ഓണം താമസിച്ചാണെങ്കിൽ ഓണം വിശ്വസ് പറയുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും വിശ്വസൊക്കെ പറയുന്നു. എന്നിട്ട് ലാസ്റ്റ് വീക്ക് ഹൈലൈറ്റ്സ് കാണിക്കുകയാണ്. ലാസ്റ്റ് വീക്ക് ഉള്ള എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇന്നലെ നടന്ന സംഭവങ്ങൾ, അതായത് ഷാനവാസ് അക്ബർ, അനു, അതിലെവരെല്ലാം കാണുന്ന സംഭവം. അനു ആണെങ്കിൽ ചോദ്യങ്ങൾ എന്തിനാ ഭയക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും അക്ബറും ചോദിക്കുന്നുണ്ട്. അതായത് അതിലെന്തെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുപടിയില്ല, അല്ലാതെ പുള്ളിക്കാരെ ഒഴിഞ്ഞു മാറിപ്പോവാണെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേണുസുതി ആണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് പറഞ്ഞ് ഈ പ്രഷറോട് പറയാൻ എന്നെ ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് പറയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലത്തെയാണ് കാണിക്കുന്നത്. നമ്മുടെ മാരുതി സുസുക്കിയുടെ കാറിൻ്റെ ഒരു പോസ്റ്റ് അവിടെ ഗാർഡൻ ഏരിയയിൽ സൈഡിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനു അനീഷും കൂടെ അവിടെ നിന്നിട്ട് മറ്റേ ഒരു പരസ്യത്തിൻ്റെ ഒരു ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ഇത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലാലേട്ടനെ വീണ്ടും കാണിക്കുന്നു. ലാലേട്ടൻ എന്നിട്ട് വീട്ടുകാരെ ഇത് ചെയ്യുന്നുണ്ട്, വീട്ടുകാരോട് സംസാരിക്കുന്നു. അപ്പം ആദ്യമേ തുടങ്ങിയത് നമുക്കൊരു സിനിമ കണ്ടാലോ, എന്താനു ഒരു സിനിമ കണ്ടാലോ, കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിലൂറ് അപ്പതൊക്കെ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് നമ്മുടെ വീഡിയോ കാണിക്കുക, ഏതാ ജിസേലിൻ്റെ ആരിൻ്റെയും കാര്യത്തെ പറ്റി അനു ഡിസ്കസ് ചെയ്യുന്നത്, പിന്നെ അവരുടെ ഡെമോയുടെ സാധനം അതൊക്കെ എടുത്തു. എന്നിട്ട് അനുവിനെ എഴുതിപ്പിക്കുന്നത്. അനു എന്താ തോന്നുന്നത്, നിങ്ങൾക്ക് നാണമുണ്ടോ? 4 ജനറേഷൻ ആൾക്കാർ കാണുന്ന ഷോയാണ്. അപ്പം ഇങ്ങനെയാണോ നിങ്ങൾ ഇതിനകത്തിലൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ജിഷിനെ നിങ്ങളെന്തോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയുന്നു. മസ്താനി നിങ്ങളതിന് മറ്റേ പുറത്തെ കാര്യങ്ങൾ വന്ന് ഇവിടെ അകത്ത് വന്ന് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് മസ്താനിൻ്റെ അടുത്തും പറയുന്നുണ്ട്. മസ്താനി പറയുന്നുണ്ട്, ഞാൻ ബി ടെലികാസ്റ്റ് ചെയ്തത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന്. അപ്പോൾ അനു ആണെങ്കിൽ ഉറപ്പായിട്ട് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ലാലേട്ടാ. ഞാൻ അന്നേരം ലാലേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങൾ ബിബിയുടെ ക്രൂ മൊത്തം ഒരു 5 മണിക്കൂർ കൂടുതൽ ഇരുന്ന് ഇതിനകത്തിൽ ചെക്ക് ചെയ്തു, ഞങ്ങളാരും കണ്ടിട്ടില്ല. ഞാനും ചെക്ക് ചെയ്തു, ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ അനു പറഞ്ഞു, ഞാൻ കണ്ടു, പിന്നെ അമ്മയെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് ഒത്തിരി പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് എന്നോട് അഭിപ്രായം ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അപ്പം അന്നേരം അനീഷിനോട് ലാലേട്ടൻ ഇത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല, ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അപ്പം ജിസേൽ പറയുന്നുണ്ട്, ഇപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അതില്ലാത്തത് കാരണം പുതിയ സാധനം കൊണ്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അലിഗേഷൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് ജിസേൽ പറയുന്നുണ്ട്. പിന്നെ അടുത്ത് ചോദിക്കുന്നത് നമ്മുടെ നൂറെ ആദിലയുമാണ്. നിങ്ങളാണെങ്കിൽ പ്രോഗ്രസീവായി, നിങ്ങൾക്ക് പുറത്ത് എന്തോരം ഇത് കിട്ടിയിട്ടുണ്ട്, അപ്പം അതിനനുസരിച്ച് നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തുവാ ഇവിടെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നിട്ട് എന്തുവാ ഇത് ബുള്ളി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ചോദിക്കും. നിങ്ങൾ പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. നിങ്ങൾ മറ്റേ അതിൽ പോയി ഇത് ബെഡ്ഷീറ്റ് എടുത്തിട്ട് വരുന്നു, എന്തുവാ ഇത് ചെയ്യുന്നുണ്ട്, പുതപ്പെടുത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ കുറേ ഇത് പറയുന്നുണ്ട്. അപ്പം അതിലെ നൂറ പറയുന്നുണ്ട്, ഇല്ല ലാലേട്ട ഞങ്ങൾ അങ്ങനെ ചെയ്യാനല്ല എന്നൊക്കെ പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും പറയാനില്ല. പിന്നെ നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ പറയും, എല്ലാവരും പലയിടത്ത് ചർച്ച ചെയ്തു, അതുകൊണ്ട് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തതെന്ന് നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നുണ്ട്, എന്തോ പുതപ്പിനടിയിലൊക്കെ കിടന്ന് കാണുന്നു എന്നൊക്കെ, എന്ത് കണ്ടു എന്നാണ് പറയുന്നത് ഞങ്ങൾ മനസ്സിലായി. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞങ്ങൾ കിസ് ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അനു വീണ്ടും പറയുന്നുണ്ട്, ഞാൻ കണ്ടു, അത് ഞാനേ കണ്ടുള്ളൂ എന്നൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത്. അപ്പോൾ വീണ്ടും ലാലേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളാരും കാണാത്ത കാര്യം എങ്ങനെ അനു കാണുന്നത്? എന്നിട്ട് അനു സ്വന്തം സ്റ്റാൻഡ് ഉറച്ചിരിക്കുക, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നിൽ എഴുന്നേറ്റ് പറഞ്ഞു, മറ്റേ അസംഷനെ ബേസ് ചെയ്തിട്ട് അനു പറയുന്നത്, ഇത് അനു ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഇത് കുടുംബപ്രേക്ഷകർ കാണുന്നതല്ലേ എന്ന് പറഞ്ഞത് സ്ഥാപിക്കാൻ നോക്കുവാണെന്നൊക്കെ ഒന്നിൽ പറയുന്നുണ്ട്. ഷൈത്ത് പിന്നെ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഞാനിത് കണ്ടിട്ടില്ല, എന്തോ ഞാൻ ഇതുപോലെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പറഞ്ഞതാണെന്ന് ഷൈത്ത് പറയുന്നുണ്ട്. അപ്പം പിന്നെ പറയുന്നുണ്ട്, എനിക്ക് ജിസേലും ആരെയും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നുള്ളത് അറിയാം, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി എന്നിട്ട് പറയും, അനുവാണെന്നെങ്കിൽ സ്ക്രീൻ സ്പേസ് കാണിക്കാൻ വേണ്ടി എന്ത് കളി വേണേലും കളിക്കും, അപ്പം അതിന് വേണ്ടിയാണ് എന്തുവാ TV സ്പേസ് കിട്ടാൻ വേണ്ടി ഇവൾ ചെയ്യുന്നതാണെന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയും. അപ്പം പ്രവീൺ എഴുതിപ്പിക്കും. അപ്പം പ്രവീൺ കണ്ടു എന്ന് നേരത്തെ അങ്ങോട്ട് പറഞ്ഞതായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം പ്രവീൺ പറഞ്ഞു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല, ഞാനാണെങ്കിൽ ഈ ഒരു ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പ്രവീൺ പറയുന്നു. മസ്താനോട് ചോദിക്കുന്നുണ്ട്, പുറത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ജിഷിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അന്നേരം മസ്താൻ എഴുതപ്പെട്ടെന്ന് പറയുന്നുണ്ട്, ഇത്ര തറപ്പിച്ച് അനു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്.
പിന്നെ അന്നേരം ലാലേട്ടൻ ചോദിക്കുന്നത് ഇവിടെ ആരൊക്കെ പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കളിക്കുന്നത്. നിങ്ങളുടെ ഒന്നും റേറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല, ബിഗ് ബോസിന് ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കളി കളിച്ചാൽ മതി, ബിഗ് ബോസിൻ്റെ റേറ്റിങ്ങിന് കൂട്ടാൻ വേണ്ടിയുള്ള കളി കളിക്കേണ്ടതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് അക്ബറിനെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ, അതായത് ഈ ഡെമോൺസ്ട്രേഷൻ നടന്നപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ വൈൽഡ് കാർഡ്സ് വന്നു കഴിഞ്ഞിട്ട് അവരും കൂടെ ഈ സപ്പോർട്ട് ചെയ്തിട്ട് അനുവിനെ ഇത് ചെയ്തു. എന്നിട്ട് ജിഷിൻ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർ പലതും ഇത് കാണുന്നത്, അതുകൊണ്ട് ഇവരാണെന്നുണ്ടെങ്കിൽ ബിബി ക്രൂ ആണെന്നുണ്ടെങ്കിൽ അതിൽ പലതും കട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജിഷിൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിപ്പോൾ എനിക്കിത് കണ്ടിട്ട് എനിക്കൊട്ട് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയെന്ന് അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടനാണ് ഒരു വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നമ്മുടെ ചപ്പാത്തി കേസിൻ്റെ വീഡിയോ ഉണ്ടല്ലോ. അപ്പം അനുവിൻ്റെ റിയാക്ഷൻ, അനുവാണ് തലതല്ലി കരയുന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജിസേലിൻ്റെ മറ്റേ ഇതിൻ്റെ റിയാക്ഷൻ, ഏതാ നമ്മുടെ ഈ ഇഷ്യൂല ജിസേലിൻ്റെ റിയാക്ഷൻ. അപ്പം ലാലേട്ടൻ പറയുന്നത് ജിസേൽ നന്നായിട്ടത് റിയാക്ട് ചെയ്തു, അത് ഇത്ര അലിഗേഷൻ ഉണ്ടായിട്ടും പുള്ളിക്കാരി നന്നായിട്ടത് ഹാൻഡിൽ ചെയ്തു എന്ന്. അനു ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്തു, ജിസേൽ എങ്ങനെ ചെയ്തതെന്ന് കണ്ടില്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആര്യനാണെ പറയുന്നുണ്ട്, നേരത്തെ ഇവരാണെങ്കിൽ എന്നതിൻ്റെ മൊയ്തീന്നൊരു ഇതിൽ അക്ബർ പാട്ട് പാടിപ്പോൾ ഇവരുണ്ട് അനുവും ആര്യനും കൂടെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഇത് ചെയ്തു. അന്നേരം ഒന്നും അനുമോക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നിട്ട് ജിസയിൽ അടുത്ത് കിടന്നു എന്ന് പറഞ്ഞിട്ട് അനു വലിയത് പ്രശ്നമാക്കിക്കൊണ്ട് വരിക. അപ്പം എന്നിട്ട് ആരും പറയുന്നുണ്ട് അനുമോക്ക് ഒരു ക്രഷ് ഉണ്ടായിരുന്നു എന്ന് ശൈത്യം പറഞ്ഞു. അപ്പോൾ ശൈത്യോട് ചോദിക്കുമ്പോൾ ശൈത്യം പറയുന്നു അത് ഇവരെയൊക്കെ ഞാൻ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് ക്രഷ് ഉണ്ട്. അപ്പോൾ അനുമോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചുമ്മാ വന്ന സമയത്ത് ഞാൻ ഇത് ക്രഷായിരുന്നു എന്ന് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമേ അപ്പം തമാശകൾ പറയാൻ പറ്റത്തുള്ളൂ, അപ്പം ബാക്കിയുള്ള നിങ്ങൾ കാണിക്കുമ്പോൾ തമാശ ബാക്കിയുള്ളവർ കാണിക്കുമ്പോൾ തമാശയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. അപ്പം ലാലേട്ടൻ വന്നിട്ട് സോറി പറയത്തില്ല, ഞാനാണ് റൈറ്റ് എന്നാണ് ജിസേൽ പറയാം. ലാലേട്ടൻ വന്നാലും ഞാൻ സോറി പറയത്തില്ലെന്ന് അനു പറഞ്ഞു. അപ്പം ഞാനാണ് റൈറ്റ് എന്ന് അനു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് ക്യാമറ കണ്ടിട്ടും ഇല്ലെന്നാണ് പറയുന്നത് എന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ പിന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബാഡ്ജ് എന്ത് ചെയ്യുന്നത്, അനുവിൻ്റെയും ജിസേലിൻ്റെയും ബാഡ്ജ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. പിന്നെ അപ്പാനോട് ചോദിക്കുന്നുണ്ട് ശരിയാണോ തെറ്റാണോ എന്ന്. അപ്പോൾ അന്നേരം അപ്പാൻ പറയുന്നത് എനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല ലാലേട്ട, പക്ഷേ അവൾ ചെയ്തത് ശരിയായില്ല, അനുമോൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. ലാലേട്ട എന്നിട്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനുവിൻ്റെ ബാഡ്ജിൽ എന്താ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അനുമോൾ പറഞ്ഞു അത് ലാലേട്ട അങ്ങനെ ഞാൻ തമാശയ്ക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തമാശ, അപ്പോൾ നിങ്ങളുടെ ഒരു ഫോട്ടോ എത്തിച്ചപ്പോൾ നിങ്ങളിവിടെ എന്തായിരുന്നു ഇത് കാണിച്ചു തന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു പണിഷ്മെൻ്റ് ആയിട്ട് ലാലേട്ടൻ പറയുന്നത് ഇവിടുത്തെ അഴുക്കുകളൊക്കെ മായണം. ഒരു വീക്ക് മറ്റേ ഇവരാണെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുന്ന ആളുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാലേട്ടന് ഇൻ്റർവ്യൂവിന് പോകുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അനുമോളുടെ അടുത്ത് പറയുന്നു നിൻ്റെ സ്ക്രിപ്റ്റ് പൊട്ടി, അക്ബർക്ക് പറഞ്ഞു നിൻ്റെ സ്ക്രിപ്റ്റ് പൊട്ടി, ഇതിന് മാറ്റി പിടിക്കുക. അപ്പോൾ ആൾക്കാർ സമാധാനത്തോട് പറയുന്നു നീ സോറി പറഞ്ഞേക്ക് അനു എന്ന് പറഞ്ഞിട്ട് അനു ഒരു രക്ഷയില്ല, അനു ആണെന്ന് നിന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക. പക്ഷേ ലാലേട്ടൻ അതൊരു പറഞ്ഞതിട്ട് ഒരു കൺക്ലൂഷൻ ഇല്ലാത്ത പോലെ നമുക്കൊരു ഫീൽ വരും. അതായത് എന്താ പറയുക, അങ്ങനെ ചോദിച്ചു പറഞ്ഞങ്ങ് പോയിന്ന് പോലും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതിനകത്തൊരു കൺക്ലൂഷൻ അല്ല. ഇപ്പം കിസ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനകത്തിൽ എന്താ പ്രശ്നം എന്നുള്ള ഒരു രീതിയിൽ അവിടെ ഒരു കൺക്ലൂഷൻ എത്താതെ വന്ന പോലെ ഫീൽ ചെയ്തോണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് ബൗളിൽ നിന്ന് ഓരോ ചിറ്റ് എടുക്കും, എന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് ആരെ സെലക്ട് ചെയ്യേണ്ടതെന്ന്, ആരുടെ ഡ്രസ്സാണ് വാഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ ഓരോരുത്തരെ ഓരോ ചിറ്റ് എടുക്കുക, അവരുടെ വാഷ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആക്ടിവിറ്റി ഏരിയയിൽ അവർ ഇതിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റിയുടെ നമ്മുടെ പണിപ്പുരയുടെ ടാസ്കിൻ്റെ ഭാഗമായിട്ട് ഈ ഷാനവാസിനും റെനയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ആക്ടിവിറ്റി റൂമിൽ, അപ്പോൾ അവർക്ക് വഴി ചിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ലാലേട്ടൻ വരുന്നുണ്ട്. മസ്താനോട് ചോദിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വന്നു. അപ്പോൾ മസ്താനി പറഞ്ഞു ഇല്ല ലാലേട്ടൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആരും പറയുന്നുണ്ട് അല്ല ലാലേട്ട പുറത്തെ കാര്യങ്ങൾ മസ്താനി വന്നിട്ട് അനുവിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യവും ബ്രേക്കപ്പ് സ്റ്റോറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്താനി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ശൈത്യ പറഞ്ഞു ഈ മസ്താനി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മൊത്തം ആരോപണം കേൾക്കേണ്ട വന്നു, പേഴ്സണൽ കാര്യങ്ങൾ പുറത്ത് പറയേണ്ട കാര്യമില്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വൈൽഡ് കാർഡ്സിനെ എഴുന്നേപ്പിച്ച് നിർത്തുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒരു വീക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. മസ്താനി പറയുന്നത് വെളിയിൽ നിന്ന് കാണുന്ന പോലെ അല്ല അകത്തെന്ന് മസ്താനി പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാരൊന്നും മാറാൻ തയ്യാറല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും മാറുന്നില്ല. അപ്പോൾ പിന്നെ പ്രവീൺ പറയുന്നത് നമ്മുടെ ഗുണ്ടാവിളയുടെ നമ്മുടെ അക്ബറും അപ്പാനിയുടെ ഒക്കെ പോയിട്ട് ഷാനവാസ് എല്ലാം കൂടെ പോയിട്ട് ഇവരെ മറ്റേ വെസൽ ക്ലീനിങ്ങിൻ്റെ കേസിൽ ഒരിടത്ത് വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, വലിച്ചു തുറന്ന് ഡോറൊക്കെ തുറന്ന് വന്നു, അപ്പോൾ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പ്രവീൺ പറയുന്നുണ്ട്. അതവിടെ സാവും പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ശ്രദ്ധിച്ച് പഠിക്കാനൊന്നുള്ള സമയമൊന്നുമില്ല, കളിക്കണം. അപ്പോൾ സാവും പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഒഴുക്കിന് അനുസരിച്ച് കളിക്കാൻ പോവുകയാണെന്ന് സാവും പറയുന്നുണ്ട്. പിന്നെ ജിഷിൻ എഴുന്നേറ്റ് പറയുന്നു
എനിക്ക് ലാലേട്ടൻ എനിക്ക് ദേഷ്യം കൂടുതലാണ്, എനിക്ക് മനസ്സിലായി, ഞാനത് കൺട്രോൾ ചെയ്യും. പിന്നെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഞങ്ങൾ വന്നപ്പോൾ പല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒറ്റ ഒരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുക, അതായത് എല്ലാവരും കൂടെ ഒറ്റ ഒരു ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ജിസേലിനോട് ആരിനോടും എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റിന് സോറി പറയുന്നു, പ്രേക്ഷകരോട് സോറി. അത് നല്ലൊരു ആക്ടാണ്. ജിഷിൻ അത് പറഞ്ഞത് ചെയ്തത് കാര്യം. അനു ആ സമയത്ത് ഒരു സോറി പറയാനോ ഒരു ഇതും കാണിക്കാതെ നിന്നു. പിന്നെ അനീഷിനോട് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ വൈൽഡ് കാർഡ്സിനെ പറ്റിയുള്ള അഭിപ്രായം. ഏറ്റവും മോശപ്പെട്ട വൈൽഡ് കാർഡ്സ് ആണെന്ന് അനീഷ് പറയുന്നത്. മസ്താനെയാണ് പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ കാര്യങ്ങൾ തന്നെയാണെങ്കിൽ പുറത്തെ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ മൊത്തമാണ് വന്നപ്പോൾ തൊട്ട് എല്ലാവരെയും കുറ്റം കണ്ടുപിടിക്കുകയാണ്, ഭയങ്കര ഫേക്കായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നു. പ്രവീൺ ആണെന്നുണ്ടെങ്കിൽ മറ്റേ നൈസായിട്ട് മറ്റേ എല്ലാവരും ആണല്ലോ ഇത് സ്ക്രൂ ചെയ്യുന്നത്, ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ആളാണെന്ന് പ്രവീൺ എന്ന് അനീഷ് പറയുന്നുണ്ട്. സാവുമാനാണെങ്കിൽ ഏതോ ഒരു 50 മിനിറ്റ്സിലെ പണിപ്പുര അല്ല നമ്മുടെ ആ സംസാരിക്കാനുള്ള ടാസ്കിൽ കിട്ടിയ 50 മിനിറ്റ്സ് എന്നുള്ള വാല്യുബിൾ ടൈം പുള്ളിക്കാരൻ ഉപയോഗിക്കാതെ അവിടെ പോയി ഷർട്ട് ഊരി മസിൽ കാണിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ജിഷിനെ പറ്റിയാണ്, ഒരു റൗഡി ക്യാരക്ടറാണ്, എന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പേടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പുള്ളി ചെയ്യും, പക്ഷേ കാണുന്നവർക്ക് പേടിയല്ല, പുള്ളിയാണ് പേടിയുള്ളതെന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗുണ്ടായസത്തെ പറ്റി പറയുന്നുണ്ട്, എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ അക്ബർ പറഞ്ഞു, അപ്പോൾ ഈ ഫുഡ് മറ്റേ വെസലാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് മസ്താനി പറഞ്ഞില്ലേ. അപ്പോൾ അന്നേരം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ വെസലിൽ അങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ നെവിനാണ് പാത്രങ്ങൾ കഴുകി വെക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം നെവിൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്. അപ്പം ക്യാപ്റ്റൻ അവിടെ പോസ്റ്റ് മൂടി കിടക്കുന്നത്. അപ്പം വന്നിട്ട് ഞങ്ങളപ്പം പോയി ക്യാപ്റ്റൻ്റെ അടുത്ത് ചോദിക്കാൻ പോയതാണ്. എന്നിട്ട് പ്രവീൺ അന്നേരം ഇവർക്കെതിരെ പറയുന്നുണ്ട്, അക്ബറിൻ്റെയൊക്കെ ഇത് ഞങ്ങൾ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ എഴുതിയിട്ട് പറയുന്നത്, ഞാൻ ഉറക്കത്തിൻ്റെ അഗാധ ഇതിലേക്കൊക്കെ പോവുകയായിരുന്നു, അപ്പം അതുകൊണ്ട് ലാലേട്ടാ തെറ്റുകളൊക്കെ സംഭവിക്കാത്ത ആരുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഭിലാഷ് പിന്നെ അപ്പം എഴുതിയിട്ട് പറയുന്നുണ്ട്, സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് നമ്മുടെ വൈൽഡ് കാർഡ്സിനെയൊക്കെ ആൾക്കാർ വീട്ടിലുള്ളവർ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. പിന്നെ രേണുസുതിയോട് ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പോകുന്നു, എപ്പോഴും വീട്ടിൽ പോകുന്നു പറഞ്ഞ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, മറ്റേ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു നിങ്ങളെ പൂട്ടിയിട്ടേക്കുവാണോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്, അടുത്തത് ചോദിക്കുന്നത് നമ്മുടെ പ്ലാച്ചിയെ പറ്റിയാണ്. പ്ലാച്ചി എടുത്തിട്ട് വരുമെന്ന് അനുവിനോട് പറയുന്നത്, അനുപോയി എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അനുവിനോട് പറയാം ആര്യൻ്റെ കൈ കൊടുക്കാൻ പറയും. എന്നിട്ട് അപ്പോൾ ആര്യനോട് ചോദിക്കുന്നത് നിനക്ക് എന്താ പേടിയുണ്ടോ. അപ്പോൾ ആരും പറയുന്ന ചെറിയ പേടിയുണ്ട് ലാലേട്ടാ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആരും എന്തൊക്കെയോ മന്ത്രം പറയും, അപ്പോൾ ഒരു നെഗറ്റീവ് സാധനം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പേടിയുണ്ടെന്നൊക്കെ ആരും പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഉപദ്രവിച്ചത്, അപ്പോൾ ആര്യന് അപ്പാനി ഒക്കെയാണ് ഉപദ്രവിച്ചതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അപ്പാനോട് ചോദിക്കുക, അപ്പാന് പറയും എനിക്ക് പേടിയില്ല ലാലേട്ടാ. അപ്പാൻ അത് കഴിഞ്ഞിട്ട് അക്ബറിനെ കൊടുക്കാൻ പറയും, അക്ബറിനെ കൊടുക്കും. പിന്നെ തിരിച്ച് വീണ്ടും അപ്പാനോട് മേടിച്ചിട്ട് അപ്പാനോട് പറയും അനുവിൻ്റെ തിരിച്ചു കൊടുക്കാൻ ലാലേട്ടൻ പറയും. പിന്നെ അത് കഴിഞ്ഞത് ലാലേട്ടനാണല്ലേ മൊത്തം ആൾക്കാരെ കൂടെ പറഞ്ഞു, ബിഗ് ബോസ് പറഞ്ഞാലും കേൾക്കാത്ത ആൾക്കാരെ ആദ്യമായിട്ടാണ് ഇത്രയും സീസണിൽ കാണുന്നതെന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിലോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ എന്നാലും വീട്ടിൽ വരുവാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞു. അങ്ങനെ ലാലേട്ടൻ വീട്ടിൽ വരുന്നു, വീട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പാനി അനുവും തമ്മിലൊരു കോൺവെർസേഷൻ കാണിക്കുന്നത്, ഇതുപോലെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല എന്നൊക്കെ അപ്പാനി അനുവിനെ ഉപദേശിക്കുകയാണ്. ഞാൻ തെറ്റിയതില്ല, ഞാൻ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും സ്റ്റാൻഡ് ഓർച്ചിരിക്കുന്നത്. നാനു പറയുന്നത് നീ ഒരു അപ്പോൾ അപ്പാന് പറഞ്ഞ ഒരു കിണറ്റുകാരെ ടീമിനെ പോലെ സംസാരിക്കില്ല, അവിടെ ഇവിടെ ഇരുന്ന് സംസാരിക്കില്ലെന്ന് അപ്പാന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ആരും പറയുന്നത് ഇവളുടെ സ്റ്റബ്ബോൺ മോഡാണ്, ഫേക്ക് ആണെന്നൊക്കെ ആരും പറയുന്നുണ്ട്. പിന്നെ അതായത് ലാലേട്ടൻ വീട്ടിൽ വരുന്നു. ബിഗ് ബോസ് എന്നിട്ട് ലാലേട്ടന് ഓണത്തിൻ്റെ ആശംസകളൊക്കെ പറയുന്നു. അപ്പം കുറച്ച് കലാവിരുദ്ധൊക്കെ ലാലേട്ടന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അക്ബറാണ് പാട്ട് നല്ല പാട്ടായിരുന്നു. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെ പറ്റിയും വെച്ചിട്ട് പാടുന്നുണ്ട്, നല്ല പാട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവാതിര ഗേൾസ് ടീമിൻ്റെ തിരുവാതിര അതിൽ വെച്ച് ബാക്കി എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും വീട്ടുകാരുടെ വിഷസൊക്കെ കാണണമെന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ ആണെങ്കിലും സ്വർണ്ണക്കോയിൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരുടെ വീട്ടുകാർ ഓണത്തിൻ്റെ വിഷസൊക്കെ കുടുംബക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേണുസുതിയെ പറ്റി പറഞ്ഞു പോണം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എല്ലാവരും വിഷസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എപ്പോഴും പോണം എന്ന് പറയുന്നുണ്ട് രേണു. അതുകൊണ്ട് എൻ്റെ കൂടെ പുറത്തേക്ക് വന്നേക്കുമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ രേണുവിനെ വിളിക്കുന്നു. എപ്പോഴും പുള്ളിക്കാരി റിക്വസ്റ്റ് ചെയ്യാണ്, വോട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നു. അവർക്ക് പായസം വെച്ചിട്ടുണ്ട്, അവർ പായസം കുടിക്കുന്നു. പിന്നെ രേണുസുതിയും കൊണ്ട് ലാലേട്ടൻ്റെ സ്റ്റേജ് വരുന്നു. അപ്പോൾ ലാലേട്ടനോട് പറഞ്ഞു, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് എനിക്ക് ട്രോമ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഞാനാകാൻ പറ്റുന്നില്ല. അപ്പോൾ ലാലേട്ടൻ സ്പെസിഫിക്കലി പറയുന്നുണ്ട് നിങ്ങൾക്ക് വോട്ടിംഗ് ഉണ്ട്. അപ്പം രേണു പറയുന്നുണ്ട് ഇല്ല ലാലേട്ടൻ, എനിക്ക് മെൻ്റലി ഞാൻ ഭയങ്കര ഡൗൺ ആണ്, പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോൾ ഞാനല്ലാതായി മാറുന്നുണ്ട്, അപ്പോൾ എനിക്ക് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട്. ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊരു മൈൻഡ് ഗെയിമാണ്, അപ്പോൾ ഇത് ഭയങ്കര കുറച്ച് പാടാണെന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് രേണുവിനോട്
അത് കഴിഞ്ഞിട്ട് രേണുവിനെ ഇതൊക്കെ പറഞ്ഞ് അവർ രേണുവിനെ വിടുന്നു. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു ഒരാളുടെ ഇഷ്ടപ്രകാരം തന്നെ അയാൾ പുറത്തു പോയി, ഇനി പ്രേക്ഷകർ സെലക്ട് ചെയ്ത ആൾ പുറത്തു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് അവരോട് അനൗൺസ് ചെയ്യുന്നു, ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, ഇനി അടുത്ത് പുലികളിയാണ്. അപ്പം ലാലേട്ടനാണെങ്കിൽ അപ്പാനി, നൂറ, ബിന്നി, ഒനീൽ, അനീഷ, അഭിലാഷ് ഇവരെ പുറത്തെ ഗാർഡൻ ഏരിയയിലോട്ട് ചെല്ലാൻ പറയുന്നു. എന്നിട്ട് എന്തുവാ പുലികളിയാണ്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഒരു തന്നിരിക്കുന്ന ഒരു മാസ്ക് ഉണ്ട്, മാസ്ക് ധരിച്ച് ഗാർഡൻ ഏരിയയിൽ പുലി കളിക്കുന്ന അവൻ്റെ സോങ് ഇടും. അപ്പോൾ ആ സോങ്ങിനനുസരിച്ച് പുലി നൃത്തം ചെയ്യണം. അപ്പോൾ ആണ് ഒരു വേട്ടക്കാരൻ വരും, വേട്ടക്കാരൻ ആരെ കൊണ്ടുവന്ന് അവർ ഔട്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറേ നേരം നൃത്തം ചെയ്യുന്നു. പുള്ളി ആദ്യം വന്നിട്ട് എന്തുവാ ആദ്യം കൊണ്ടുവന്ന് ബിന്നിയെ പിടിക്കുന്നു, അങ്ങനെ ബിന്നിയെ വിടുന്നു, പിന്നെ ഒനീലിനെ പിടിക്കുന്നു. അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഇന്ന് കളിപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് അപ്പനെയും കൊണ്ട് പോയി. അപ്പോൾ അക്ബർ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അപ്പനി പോയി കണ്ടപ്പോഴത്തെ മസ്താനി ഭയങ്കര ഡാൻസ് ചെയ്ത് എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത് വല്ലാത്ത വേറൊരു പരിപാടിയായിരുന്നു. പ്രേക്ഷകർക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പനിയെ പുറത്താക്കിയത്. അപ്പം ബിന്നിക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിന്നി പറഞ്ഞു നിന്നെ പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഇപ്പം പോയേക്കുന്നത്, അടുത്ത ആഴ്ച നീയും പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി മറ്റേ മസ്താനിയുടെ അടുത്ത് പറയുന്നുണ്ട്. അക്ബർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അക്ബറിനെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ പറ്റുന്നില്ല, അവർ ഭയങ്കര കൂട്ടുകാരാണല്ലോ. അപ്പം അവർ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അക്ബർ അതിൻ്റെ ഇടയ്ക്ക് ആരെയാണ് ദേഷ്യപ്പെട്ട ഒരു തലേണയൊക്കെ എടുത്തിട്ട് നാരി മസ്താനി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പാനി എന്നിട്ട് ലാലേട്ടൻ്റെ കൂടെ സ്റ്റേജിലെത്തി ഇത്രയും നിൽക്കാൻ പറ്റിയ ആരോടും ദേഷ്യമില്ല എന്നൊക്കെ അപ്പാന് പറയുന്നുണ്ട്. ആരെ മിസ് ചെയ്യുന്നത്, അക്ബറിനെ മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പാനിയുടെ ജേണിയൊക്കെ കാണിക്കുന്നു. അപ്പം എന്നിട്ട് അപ്പാന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്, കുറച്ച് നാളുകൂടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഇതാണ് ഇതെങ്കിൽ ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ വീട്ടുകാരുമായിട്ട് സംസാരിക്കാൻ സമ്മതിക്കുന്നു. അപ്പോൾ അക്ബറിനെ വിളിച്ച് അക്ബർ അപ്പാനിയുടെ കരയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ മസ്താനോട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ അപ്പാന് പോയതിൽ, അപ്പോൾ അതിൻ്റെ കാരണം അപ്പോൾ വെസൽ ഇഷ്യൂവിൽ എന്തോ ഒരു പ്രത്യേക വേർഡ് അപ്പാന് പറഞ്ഞു. അപ്പം അത് കാരണമാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഭാഷ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞ മസ്താനയുടെ ഭാഷയെ പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ആ പുലികളിക്ക് ബാക്കി സെലക്ട് ചെയ്ത ബാക്കി എല്ലാവരും സേവ് ആയിന്ന് ലാലേട്ടൻ പറയുന്നു. ഇനി അടുത്ത ദിവസം അടുത്ത ആൾക്കാർ പോകാനുള്ള ആളെ നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ലാലേട്ടൻ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.